ഹലോ എവരിവൺ, എല്ലാവർക്കും ആസ്പെർ എഡ്യൂടിപ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടു ദ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ തന്നെ നമ്മൾ മെറ്റബോളിസം എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ മെറ്റബോളിസം? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആകെ മൊത്തം കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. രണ്ട് പ്രോസസ്സുകൾ കൂടിച്ചേരുന്നതാണ് മെറ്റബോളിസം. ഏതൊക്കെയാണ്? അനബോളിസവും കാറ്റബോളിസവും. എന്താ അനബോളിസം? അതായത് ഓരോരോ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്ത് പുതിയ വലിയ പാർട്ടിക്കിൾസായി മാറുന്നതാണ് അനബോളിസം. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്ന് എന്തായി മാറും? ഗ്ലൂക്കോസായി മാറുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അത് അനബോളിസത്തിനുള്ളൊരു ഉദാഹരണമാണ്. അതേപോലെ ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സും നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിനെയാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. ഉദാഹരണം എന്താ? പ്രോട്ടീൻ മോളിക്യൂളിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. പ്രോട്ടീൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളാണ് അമിനോ ആസിഡ്സ്. സ്വാഭാവികമായും ആ പ്രോട്ടീൻ തന്മാത്രയെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? അതിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് തന്നെ ആയിരിക്കില്ലേ? സോ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ഇൻറ്റു അമിനോ ആസിഡ് എന്തിന് എക്സാമ്പിളാണ്? കാറ്റബോളിസം. ഈ അനബോളിസവും കാറ്റബോളിസത്തിനെയും ചേർത്ത് പറയുന്നതാണ് മെറ്റബോളിസം. അതായത് നമ്മുടെ ശരീരത്തിലെ കോശത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആകെ മൊത്തം റിയാക്ഷൻസിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് വിളിച്ചത്. ക്ലിയർ? ഇനി ഈ മെറ്റബോളിസം നടക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞേ? കോശത്തിൻ്റെ ഉള്ളിലാണ്. കോശത്തിൻ്റെ ഉള്ളിൽ മെറ്റബോളിസം നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ചില പദാർത്ഥങ്ങൾ വേണമെന്ന് നമ്മൾ പറഞ്ഞു. ചില സബ്സ്റ്റൻസുകൾ വേണം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ കോശത്തിൻ്റെ ഉള്ളിൽ പദാർത്ഥങ്ങൾ അഥവാ സബ്സ്റ്റൻസുകൾ എത്തപ്പെടുന്നത്? ഏതെങ്കിലും ഒരു രീതിയിൽ ഈ പറയുന്ന സബ്സ്റ്റൻസുകൾ കോശത്തിൻ്റെ ഉള്ളിൽ എത്തിയാൽ മാത്രമല്ലേ ഈ അനബോളിസം ആയാലും കാറ്റബോളിസം ആയാലും ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഓരോ പാർട്ടിക്കിൾസും നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിലേക്ക് എത്തപ്പെടുന്നത്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഭൂമിയിലെ യൂണിസെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ള ജീവികളുടെ ശരീരം ഒരൊറ്റ കോശം കൊണ്ട് നിർമ്മിതമായിരിക്കും. ഉദാഹരണം അമീബ. അമീബ എന്തിന് ഉദാഹരണമാണ്? ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ സെൽസ്, കോശങ്ങളോട് കൂടിയ ജീവികൾ. നമ്മൾ മനുഷ്യരൊക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ജീവികളിലും രണ്ട് രീതിയിലായിരിക്കും എന്ത് നടക്കുക? കോശത്തിൻ്റെ ഉള്ളിലേക്ക് പദാർത്ഥങ്ങൾ എത്തപ്പെടുന്നത്. ആ ഒരു ഡിഫറൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യൂണിസെല്ലുലാർ ഓർഗാനിസം ഇപ്പോൾ അമീബയാണെന്നുണ്ടെങ്കിൽ അമീബയുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പദാർത്ഥങ്ങൾ എത്തപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ബാഹ്യ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഒരു വസ്തു എത്തപ്പെടുന്നത് അതിൻ്റെ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ വഴിയാണ്. ഇത്ര ശ്രദ്ധിക്കാൻ, നമ്മൾ അമീബയുടെ പിക്ചർ നോക്കുമ്പോൾ ഒരു ഔട്ട്ലൈൻ കാണുന്നില്ലേ? അതാണ് അതിൻ്റെ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം. പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എത്തപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസമായിട്ടുള്ള അമീബയുടെ ചുറ്റിനും കാണപ്പെടുന്ന സെൽ മെംബ്രെയിൻ പാസ് ചെയ്താണ് ഈ കോശത്തിൻ്റെ ഉള്ളിലേക്ക് എത്തപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ അമീബയിൽ നടക്കുന്ന പ്രോസസ്സ്. നോക്കിക്കേ, അമീബ in unicellular organism, substance from the external environment enter the cytoplasm through cell membrane. ഇവിടെ സൈറ്റോപ്ലാസത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞു. എന്താ സൈറ്റോപ്ലാസം? കോശത്തിൻ്റെ ഉള്ളിലുള്ള ദ്രാവക ഭാഗം അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അമീബ എന്തിന് എക്സാമ്പിളാണ്? ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം, ഒരു ഏകകോശ ജീവിയാണല്ലോ. ഈ ഏകകോശ ജീവിയായിട്ടുള്ള അമീബയുടെ ബോഡിയിലേക്കും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, പുറത്തു നിന്നുള്ള എൻവയോൺമെൻറ്റിൽ നിന്നും ഒരു വസ്തു എത്തപ്പെടുകയാണ്. ഏത് വഴി? അതിൻ്റെ ചുറ്റിനുമുള്ള സെല്ലുലാർ മെംബ്രെയിൻ വഴി എത്തുകയും അവിടെ നിന്ന് എങ്ങോട്ടേക്ക് എത്തും? ഈ കോശത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ കാണപ്പെടുന്ന ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ദ്രാവക ഭാഗമായിട്ടുള്ള സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നു. ഒന്നുകൂടെ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികളിൽ സബ്സ്റ്റൻസ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ബാഹ്യ പരിസ്ഥിതി അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും വസ്തുക്കൾ എത്തപ്പെടുന്നത് എങ്ങനെയാണ്? എൻ്റർ ദ സൈറ്റോപ്ലാസം, കോശത്തിലെ ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ സെല്ലിലെ ഫ്ലൂയിഡ് പാർട്ടായിട്ടുള്ള സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? ദ സെൽ മെംബ്രെയിൻ, കോശസ്തരം അഥവാ സെൽ മെംബ്രെയിനിലൂടെയാണ്. സമറൈസ് ചെയ്യാം.
എങ്ങനെയാണ് ശ്രദ്ധിച്ചേ, നമ്മൾ പറഞ്ഞു യൂണിസെല്ലാർ ഓർഗാനിസംസിലും മൾട്ടി സെല്ലാർ ഓർഗാനിസംസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കോശത്തിൻ്റെ ഉള്ളിലേക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, പുറത്തു നിന്നുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിന്നും പദാർത്ഥങ്ങൾ എത്തപ്പെടുന്നത്. എന്തിനു വേണ്ടി? മെറ്റബോളിസം നടക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ മെറ്റബോളിസം നടക്കാൻ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ജീവികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിക്ക് ചുറ്റിനും കാണപ്പെടുന്ന ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ഈ സെൽ മെംബ്രെയിനെ ക്രോസ് ചെയ്തിട്ടാണ് ആര് വരിക? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഒരു വസ്തു വരുന്നത്. അതെങ്ങോട്ടേക്ക് എത്തും? കോശത്തിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടായിട്ടുള്ള സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. സിമ്പിൾ, അത് അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ആനിമൽസിൽ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ കോശത്തിൻ്റെ അല്ലെങ്കിൽ സെൽസിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റബോളിക് പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കോശത്തിൻ്റെ ഉള്ളിലേക്ക് പാർട്ടിക്കിൾസ് എത്തുന്നത് എന്ന് നോക്കാം. ആനിമൽസിൽ കാര്യം പറയുമ്പോൾ ഇവിടെ ഒരു വാക്ക് നിങ്ങൾ മെൻഷൻ ചെയ്ത് വയ്ക്കുക, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ വാക്ക് ഓർത്തിക്കണം. 2 സെല്ലുകൾക്ക് ഇടയിലുള്ള ഒരു ഫ്ലൂയിഡ്, അത്രയേ ഉള്ളൂ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ ബോഡിയിൽ കുറേ സെൽസ് ഇല്ലേ, അപ്പോൾ ഇതിൽ 2 സെൽസ് ഓർക്കുക, അതിനിടയ്ക്ക് ഒരു ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്, അതാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. തന്നിട്ടുള്ളത് നോക്കിക്കേ, സബ്സ്റ്റൻസ് റിസീവ്ഡ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ് ആൻഡ് റീച്ച് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. നമ്മുടെ ബോഡിയിലേക്ക് വസ്തുക്കൾ അഥവാ സബ്സ്റ്റൻസുകൾ എത്തപ്പെടുന്നത് കുറച്ച് ചേഞ്ചസ് വിധേയമായിട്ടാണ്. എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോൾ അതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഡയറക്റ്റ്ലി നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. അതിനെന്ത് ചെയ്യാറുണ്ട്? ചെറിയ ചെറിയ പാർട്ടിക്കിൾസായി മാറും, ആവശ്യമുള്ളതിനെ അബ്സോർബ് ചെയ്യും, പല പല പ്രോസസ്സൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മളിതെല്ലാം ഡൈജഷൻ എന്ന് പറഞ്ഞ് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കേണ്ട, സിമ്പിളായിട്ട് ഇത്രയും ഓർത്ത് വയ്ക്കുക. നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് അതേപോലെ അല്ല നമ്മുടെ ശരീരം സ്വീകരിച്ച് വെക്കുന്നത്, പല ഫോമിലായിരിക്കും. അതായത് ആ കഴിക്കുന്ന ആഹാരത്തിന് കുറേയധികം മാറ്റങ്ങൾ, ചേഞ്ചസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആണേ? ഈ ചേഞ്ചസിന് വിധേയമായതിന് ശേഷം സബ്സ്റ്റൻസുകൾ എവിടെ എത്തപ്പെടും? നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എത്തപ്പെടും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ കോശങ്ങൾക്കിടയിലുള്ള ഫ്ലൂയിഡ് പാർട്ടാണ്, അങ്ങോട്ടേക്കാണ് എത്തപ്പെടുന്നത്. ശേഷം അവിടെ നിന്നാണ് അടുത്ത മൂവ്മെൻറ്റ്. നോക്കിക്കേ, ഫ്രം ദെയർ ഇറ്റ് എൻറ്റേഴ്സ് സൈറ്റോപ്ലാസം ത്രൂ സെൽ മെംബ്രെയിൻ. കോശസ്തരം അഥവാ സെൽ മെംബ്രെയിനിലൂടെ കോശത്തിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടായ സൈറ്റോപ്ലാസത്തിലേക്ക് വസ്തുക്കൾ എത്തപ്പെടുന്നു. നമ്മൾ പറഞ്ഞു എല്ലാം ബാഹ്യ എൻവയോൺമെൻറ്റിൽ നിന്ന് തന്നെയല്ലേ എത്തപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഹാരം കഴിക്കുന്നു, എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആണ്, ബാഹ്യം ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ആഹാരം ഇൻടേക്ക് ചെയ്തു. നമ്മുടെ ശരീരം അതിനെ എന്ത് ചെയ്യുകയാണ്? ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി, പല കമ്പോണൻസ് ആക്കി മാറ്റി, അതിന് ശേഷം കമ്പോണൻസ് ഒക്കെ ആക്കി മാറ്റിയതിന് ശേഷം ഇവരെങ്ങോട്ടേക്ക് പോവുകയാണ്? നമ്മുടെ ശരീരത്തിനുള്ള കോശങ്ങളിലേക്ക് പോകണം. അപ്പോൾ അവരാദ്യം എത്തുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലാണ്. എന്താ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു? കോശങ്ങൾക്കിടയിലുള്ള ദ്രാവക ഭാഗം. അവിടെ എത്തിയതിന് ശേഷമാണ് ഇവർ കോശത്തിൻ്റെ ചുറ്റിനുമുള്ള സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആനിമൽസിലൊക്കെ എന്ത് നടക്കുന്നത്? ഫുഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കോശത്തിൻ്റെ ഉള്ളിലേക്ക് എത്തപ്പെടുന്നത്. ക്ലിയർ? നമുക്ക് ഡിഫറൻസ് ഒന്നുകൂടെ നോക്കാം. യൂണിസെല്ലുലാർ ഓർഗാനിസം, എക്സാമ്പിൾ നമ്മൾ എന്ത് പറഞ്ഞു? അമീബ. അമീബയിലെന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും ഒരു സബ്സ്റ്റൻസ് എത്തപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റിനുമുള്ള സെൽ മെംബ്രെയിൻ വഴി അവർ എൻ്റർ ചെയ്യും. അതായിരുന്നു അവിടുത്തെ സിമ്പിൾ പ്രൊസീജിയർ. ആനിമൽസിലാകുള്ള ഡിഫറൻസ് എന്താണ്? ആ വരുന്ന സബ്സ്റ്റൻസിനെ കുറച്ച് മോഡിഫിക്കേഷൻ, വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യം എങ്ങോട്ട് പറഞ്ഞു വിടും? സെൽസിനിടയിലുള്ള ഫ്ലൂയിഡ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് പോകും. അവിടെ നിന്നാണ് അവരെങ്ങോട്ടേക്ക് പോകുന്നത്? സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് പോകുന്നത്. ഇൻ ആനിമൽ, സബ്സ്റ്റൻസ് റിസീവ്ഡ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ്, ചില ചേഞ്ചസുകൾക്ക് വിധേയമാവുകയും ആൻഡ് റീച്ച് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് എത്തപ്പെടുന്നു. ഫ്രം ദെയർ, അവിടെ നിന്നും ഇറ്റ് എൻറ്റേഴ്സ് ദ സൈറ്റോപ്ലാസം ത്രൂ സെൽ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ വഴി അവരെങ്ങോട്ടേക്ക് എത്തും? സൈറ്റോപ്ലാസത്തിലെത്തും. യൂണിസെല്ലുലാർ ഓർഗാനിസംസിലും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിലും എപ്രകാരമാണ് കോശത്തിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റൻസ് എത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്ലാന്റ്സ് നോക്കാം. പ്ലാന്റ്സിൽ എങ്ങനെയാണ് സബ്സ്റ്റൻസുകൾ മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് അവരുടെ കോശങ്ങളുടെ ഉള്ളിലേക്ക് എത്തപ്പെടുന്നത് എന്ന്. ആദ്യത്തേത്
സിമ്പിൾ തന്നെയാണ്. ഒന്നിൻ്റെ സെൽ വോളിൽ നിന്നും മറ്റൊന്നിൻ്റെ സെൽ വോളിലേക്ക് എത്തപ്പെടുന്ന ഒരു രീതി. ത്രൂ ദ സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സെല്ലിൻ്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന സ്പേസാണ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്. എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴി ഒരു കോശത്തിൻ്റെ സെൽ വോളിൽ നിന്നും മറ്റൊന്നിൻ്റെ സെൽ വോളിലേക്ക് സബ്സ്റ്റൻസുകൾ കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട്. അതൊരു രീതിയാണ്, സെൽ വോൾ ടു സെൽ വോൾ. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് സൈറ്റോപ്ലാസം എന്ന്. ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നിന്നും മറ്റൊരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്കും പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാറുണ്ട്. ആ ഒരു കണക്ഷനെയാണ് നമ്മൾ പറയുന്നത് പ്ലാസ്മോഡെസ്മേറ്റ എന്ന്. സോ പ്ലാസ്മോഡെസ്മേറ്റ വഴി ഒരു കണക്ഷനുണ്ട്. നമ്മളിപ്പോൾ രണ്ടെണ്ണമാണ് ആകെ പറഞ്ഞത്. പ്ലാന്റ്സിൽ ആദ്യത്തേത് എന്താണ്? ഒരു പ്ലാന്റിൻ്റെ സെൽ വോളിൽ നിന്നും മറ്റൊന്നിൻ്റെ സെൽ വോളിലേക്കുള്ള മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പാർട്ടിക്കിൾസ് ചലനം സംഭവിക്കുന്നുണ്ട്. അവിടെ മറ്റൊരാൾ കൂടി ഹെൽപ്പിനുണ്ടായാണ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. ക്ലിയർ? രണ്ടാമത് നമ്മൾ പറഞ്ഞു നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടായിട്ടുള്ള സൈറ്റോപ്ലാസം. ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നിന്നും മറ്റൊരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്കുള്ള പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കാറുണ്ട്. ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കോൾഡ് പ്ലാസ്മോഡെസ്മേറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽ. അടുത്തടുത്തുള്ള കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പ്ലാസ്മോഡെസ്മേറ്റ. എന്താ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് വാക്ക് ചോദിച്ചാൽ ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസവും അടുത്ത സെല്ലിൻ്റെ സൈറ്റോപ്ലാസം തമ്മിലുള്ള കണക്ഷൻ, സൈറ്റോപ്ലാസം ടു സൈറ്റോപ്ലാസം കണക്ഷനാണ് പ്ലാസ്മോഡെസ്മേറ്റ. ഇങ്ങനെയും പ്ലാന്റ്സിനകത്ത് എന്ത് നടക്കുന്നുണ്ട്? പാർട്ടിക്കിൾസിൻ്റെ ഒരു കൈമാറ്റം നടക്കപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ട് ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഒരു കോശത്തിൽ അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു കോശത്തിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ വഴി, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഒരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ മുതൽ മറ്റൊരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ വഴി സബ്സ്റ്റൻസ് എന്ത് ചെയ്യാറുണ്ട്? മൂവ് ചെയ്യാറുണ്ട്. ഇങ്ങനെ 3 രീതിയിലൂടെയാണ് സെൽസിൻ്റെ ഉള്ളിൽ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള പാർട്ടിക്കിൾസ് പ്ലാന്റിൽ എത്തപ്പെടുന്നത്. ഏതൊക്കെ രീതിയാണ് പറഞ്ഞത്? ഒന്ന്, സെൽ വോൾ ഓഫ് ഒരു സെല്ലിൻ്റെ സെൽ വോളിൽ നിന്നും അടുത്ത സെല്ലിൻ്റെ സെൽ വോളിലേക്കുള്ള മൂവ്മെൻറ്റ്. രണ്ടാമതായിട്ട് പ്ലാസ്മോഡെസ്മേറ്റ, അതായത് ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസവും മറ്റൊരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസവും തമ്മിൽ കണക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കിൾസിനുണ്ടാകുന്ന മൂവ്മെൻറ്റാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നും അടുത്ത സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലേക്ക് മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള പാർട്ടിക്കിൾസ് സെൽസിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതാണ്. ഇങ്ങനെ 3 പ്രൊസീജിയേഴ്സാണ് അവിടെ ഉള്ളത്. ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് സബ്സ്റ്റൻസ് എൻ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ വേരിയസ് മീൻസ്. പ്ലാന്റ്സിനകത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും സബ്സ്റ്റൻസുകൾ പ്ലാന്റിൻ്റെ സൈറ്റോപ്ലാസം, അതായത് കോശത്തിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടിലേക്ക് എത്തുന്നത് പല രീതികളിലാണ്. ഫസ്റ്റ് വൺ എന്താണ്? ത്രൂ ദ സെൽ വോൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. സെൽ വോളും അതിൻ്റെ ഇടയിലുള്ള എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് വഴിയും. രണ്ടാമതായിട്ടോ ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കോൾഡ് പ്ലാസ്മോഡെസ്മേറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽ. അടുത്തടുത്തുള്ള സെല്ലുകളുടെ സൈറ്റോപ്ലാസം തമ്മിലുള്ള കണക്ഷനെ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നു. ഇവ വഴിയും ഈ പ്രൊസീജിയർ നടക്കുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഒരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനും അടുത്ത സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനും വഴിയും ഈ പറയുന്ന രീതിയിലുള്ളൊരു സബ്സ്റ്റൻസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ക്ലിയർ? നമ്മളുടെ ആനിമൽസിലായാലും യൂണിസെല്ലർ മൾട്ടി സെല്ലർ ഓർഗാനിസംസ് ആയാലും പ്ലാന്റ്സ് ആയാലും ഇവർക്ക് എല്ലാത്തിൻ്റെയും ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, ഒരു ആന്തരപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടി നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ട്. അത് പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും എല്ലാത്തിനകത്തും ഉണ്ട്. ഓക്കെ, ഇതിൽ ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആന്തരികപരമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡാണ്. നമ്മുടെ ശരീരത്തിൽ വെച്ച് ഒരുപാട് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമല്ലേ. അപ്പോൾ ഈ കോശങ്ങൾക്കിടയിലുള്ള സ്പേസും അവിടെയുള്ള ഫ്ലൂയിഡും ഒക്കെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. ആ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് തന്നെയാണ് ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. എന്നാൽ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെൽ വോള്, അതിൻ്റെ ഉള്ളിൽ കുറേയധികം കമ്പോണൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വാക്യൂള് പോലുള്ളത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ആ പറയുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള മറ്റ് വാക്യൂൾസ് പോലുള്ള കമ്പോണൻറ്റുകൾ, അതിൻ്റെ സെൽ വോള്, അവർക്കും ഉള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, ഇതൊക്കെ ചേരുന്നതാണ് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഇൻ ആനിമൽ ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ സ്പേസ് ബിറ്റ്വീൻ സെൽസ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം
കോശങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സെൽസിൻ്റെ ഇടയിലുള്ള സ്പേസിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ദിസ് സെർവ്സ് ആസ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഇതാണ് ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ആയിട്ട് ആനിമൽസിൽ പ്രവർത്തിക്കുന്നത്. ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഓഫ് പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാലോ സെൽ വോളും അതിൻ്റെ കമ്പോണൻസും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും എയർ സാക്ക് ബിറ്റ്വീൻ സെൽസ്, കോശങ്ങൾക്കിടയിലുള്ള എയർ സാക്കുകളുമാണ്. ഈ രണ്ട് സെൻറ്റൻസ് ഓക്കെ അല്ലേ? ഇനി കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഹോമിയോസ്റ്റാസിസ്. എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ചാൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്താണെന്നാണ് പറഞ്ഞത്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, സെൽസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് അല്ലേ? ഈ പറയുന്ന എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കറക്റ്റായിട്ടുള്ള എമൗണ്ടിൽ എന്ത് ചെയ്യണം? നിലനിർത്തിക്കൊണ്ട് പോകണം. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്ന ആ ഒരു പ്രതിഭാസമാണ് ഹോമിയോസ്റ്റാസിസ്. കീപ്പിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻറ്റ്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ കോമ്പോസിഷൻ സ്ഥിരമായി നിലനിർത്തുന്നതിനെ എന്തു പറയാം? ഹോമിയോസ്റ്റാസിസ് എന്ന് പറയാം. ഹോമിയോസ്റ്റാസിസ് നീഡ് ടു ബി മെയിൻറ്റെയിൻ ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ അനബോളിസവും കാറ്റബോളിസവും ഒക്കെ ചേർന്നിട്ടില്ലേ നമ്മൾ മെറ്റബോളിസം എന്ന് പറയുക. ഈ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രവർത്തനം വളരെ സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് നടന്നേ മതിയാവൂ? നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ കണ്ടീഷനും അതേപോലെ ഓക്കെ ആയിരുന്നെങ്കിലേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള രീതിയിൽ നിലനിർത്തുന്നതാണ് ഹോമിയോസ്റ്റാസിസ്. ഈ ഹോമിയോസ്റ്റാസിസ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ മെറ്റബോളിസത്തിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കുകയുള്ളൂ. Disruption of the chemical composition of internal environment can be threatening to life. ഈ പറയുന്ന ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അതെന്തിന് കാരണമാകും? നമ്മുടെ ലൈഫിന് പോലും ത്രെട്ടൻഡ് ആണ്, ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിൽ ഒന്നാണ്. ഹോമിയോസ്റ്റാസിസ് എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഹോമിയോസ്റ്റാസിസ് വേണ്ടുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് അല്ലെങ്കിൽ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഈ പറയുന്ന ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫിന് പോലും അത് ത്രെട്ടൻഡ് ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് പ്ലാന്റ്സിനകത്തും ആനിമൽസ്, അതായത് യൂണിസെല്ലർ ആയാലും മൾട്ടി സെല്ലർ ആയാലും ആനിമൽസിലൊക്കെ എങ്ങനെയാണ് മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസുകൾ സെൽസിൻ്റെ ഉള്ളിലേക്ക് എത്തപ്പെടുന്നത് എന്നാണ്. അതിനുശേഷം ഹോമിയോസ്റ്റാസിസ് എന്ന ടേം എന്താണെന്നും അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും ഡിസ്റപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇത്രയും ടോപ്പിക്കാണ് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.